വയനാട് അമരക്കുനിയെ വിറപ്പിക്കുന്ന കടുവയെ പിടിക്കാൻ കുങ്കിയാനകളെ ഇറക്കിയിരിക്കുകയാണ് വനംവകുപ്പ്. അതെ, പരിക്കേറ്റ കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാനാണ് തീരുമാനം. അരുൺ സക്രിയയും സംഘവുമാണ് ദൗത്യത്തിലുള്ളത്. എം കമൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, ഈ കടുവയെ എവിടെയാണുള്ളതെന്ന് സ്പോട്ട് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അല്ലെ? അതൊരു വലിയ വെല്ലുവിളിയായി തുടരുകയാണ് അല്ലേ? 9-ാം തീയതിക്ക് ശേഷം കടുവയുടെ സാന്നിധ്യത്തിനുള്ള തെളിവുകളൊന്നും വനംവകുപ്പിന് ലഭിച്ചിട്ടില്ല. 23 ക്യാമറ ട്രാപ്പുകളുണ്ട്, AI ക്യാമറകളുണ്ട്, ലൈവ് സ്ട്രീം ക്യാമറകളുണ്ട്. അതേപോലെ ഇന്ന് 3 സംഘങ്ങളായി ഈ മേഖലയിൽ മുഴുവൻ തിരച്ചിൽ നടത്തി. പക്ഷേ കടുവയുടെ പുതിയ കാൽപ്പാടുകളോ അല്ലെങ്കിൽ കടുവ കടന്നുപോയതിൻ്റെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവശ നിലയിലുള്ള കടുവയാണ് അമരക്കുനി പ്രദേശത്ത് ഇറങ്ങിയത്. 2 ആടുകളെ കടുവ വേട്ടയാടിയിരുന്നു. അതിനുശേഷം മറ്റു വളർത്തുമൃഗങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല. ഇന്നെന്തായാലും വനംവകുപ്പ് പൂർണ്ണ സജ്ജമായി തന്നെയാണ് കടുവയെ തിരയാനിറങ്ങിയത്. ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം രാവിലെ മുതൽ 3 ടീമായി ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്തി. ഉച്ചയോടെ കുങ്കിയാനകളും എത്തി. ഇപ്പോൾ കോന്നി സുരേന്ദ്രനും അതുപോലെ വിക്രമും 2 കുങ്കിയാനകൾ ഇത്തരം ഓപ്പറേഷനുകളിലൊക്കെ മുൻപ് പങ്കെടുത്തിട്ടുള്ള 2 പരിചയസമ്പന്നരായ കുങ്കിയാനകളെയും ഇവിടെ അമരക്കുനിയിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ആനകളെ ഇതുവരെ ഈ തെരച്ചിലിനോ ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഇപ്പോഴും ഇവിടെ തന്നെ ഇവിടെ ഒരു പറമ്പിൽ ആനകളെ നിർത്തിയിരിക്കുകയാണ്. ഈ കടുവ ഉള്ള മേഖലകളിൽ തിരയാനും അതുപോലെ സുരക്ഷിതമായി അത്തരം മേഖലകളിലേക്ക് കടന്നു ചെല്ലാനും ഒക്കെയാണ് കുങ്കിയാനകളെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ നിലവിൽ ആനകളെ ഇന്ന് തെരച്ചിൽ നിന്നും ഇറക്കിയിട്ടില്ല. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലായിരിക്കും, നാളെയൊക്കെ ആയിരിക്കും കൂടുതലായി ആനകളെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തുക. അതുപോലെ ഡ്രോൺ ഉൾപ്പെടെ തെർമൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചും തെരച്ചിൽ നടത്തുമെന്ന ഉച്ചയ്ക്ക് DFO അറിയിച്ചിരുന്നു. എന്തായാലും വൈകിട്ടോടെ കൂടുതൽ വിവരങ്ങൾ, വൈകിട്ടത്തെ ഒരു അപ്ഡേഷൻ ഉദ്യോഗസ്ഥർ ഏതാണ്ട് 4:30 നൽകാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആളുകളൊക്കെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളൊക്കെ ഈ മേഖലയിലുണ്ട്. ഇപ്പോൾ പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്താണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന ഒരു വിവരം ഉച്ചയ്ക്ക് ശേഷം? ഉച്ചയ്ക്ക് ശേഷം അവർ നൽകുന്ന സൂചന ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. സ്ഥലം എവിടെ ഉണ്ടെന്ന് കണ്ടെത്തുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് പിടിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണുള്ളത്. എന്തായാലും ജനങ്ങളുടെ ആശങ്ക അകറ്റണമെങ്കിൽ ഇതിനെ പിടിച്ചുവിടുന്ന് മാറ്റിയെങ്കിലേ ആശങ്ക മാറുള്ളൂ. അതിന് ദ്രുതഗതിയിലുള്ള നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ഇപ്പോൾ എല്ലാവരും വനംവകുപ്പ് ഇന്ന് പൂർണ്ണ സജ്ജരായിട്ടാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോഴത്തെ നടപടികളിലൊക്കെ ആളുകൾ പൊതുവെ സഹകരിച്ചല്ലേ മുന്നോട്ട് പോകും? വനംവകുപ്പിൻ്റെ ഇപ്പോഴത്തെ നടപടിയിൽ തൃപ്തികരമാണ്. അവർ നല്ല രീതിയിൽ അതിൽ ഇടപെടുന്നുണ്ട്. ആ ഇടപെടലിൽ നമുക്കൊരു ഫലം കണ്ടെത്തുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. പ്രത്യേകിച്ച് ഇപ്പം കാപ്പി പറിക്കുന്ന സമയമാണ്, തൊഴിലുറപ്പ് നടക്കുന്നുണ്ട്, അല്ലെ ആളുകളൊക്കെ പറമ്പിൽ പ്രത്യേകിച്ച് ക്ഷീരകർഷകരുണ്ട്, പുല്ലരിയാൻ പോകുന്നവരുണ്ട്, അങ്ങനെയുള്ള ആശങ്കകളൊക്കെ നിലനിൽക്കുമ്പോൾ ഉണ്ട്. ക്ഷീരകർഷകർ ഏറ്റവും കൂടുതലുള്ളൊരു പ്രദേശമാണത്. ക്ഷീരകർഷകരുണ്ട്, അത് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളുണ്ട്. കാപ്പി വിളവെടുപ്പിൻ്റെ സമയമാണ്, കുരുമുളകിൻ്റെയും. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ആശങ്കയാണ്. ആളുകൾ എല്ലാവരും തോട്ടത്തിലുള്ളൊരു സമയമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് പിടിച്ചുകൊണ്ടായാൽ മാത്രമേ നമുക്ക് ഒരു സ്വൈര്യമായിട്ടുള്ള ആളുകളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇതിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ വെട്ടിത്തെളിക്കാത്ത തോട്ടങ്ങൾ. നമ്മളിപ്പോൾ വയനാട്ടിൽ എവിടെ കടുവ പ്രശ്നം ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നമാണ്. പുറം നാട്ടിൽ നിന്നൊക്കെയുള്ള ആളുകൾ സ്ഥലം വാങ്ങിയിട്ടിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാതെയും അങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പുകൾ ഇവിടെയും ഉണ്ടോ? ഉണ്ട്, ധാരാളമുണ്ട്. അപ്പോൾ അത് ഈ പ്രശ്നങ്ങൾ ജനങ്ങൾ പറഞ്ഞിട്ടുള്ള ആളുകൾക്കൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരടിയന്തരമായിട്ട് അത് കാടുവെട്ട് മാറ്റി സുരക്ഷിതമായി ആ ആളുകൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ പ്രദേശവാസികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരത് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. എന്തായാലും നിലവിൽ തൃപ്തികരമായ രീതിയിലാണ് തെരച്ചിൽ മുന്നോട്ട് പോകുന്നത്. തെരച്ചിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആളുകൾ കാത്തു നിൽക്കുന്നത്. അല്പസമയത്തിനകം DFOയിൽ നിന്നുള്ള പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാകും. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരെ കാണാമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ദിവിഷ്. കമൽ, നാളെ ഇനി സ്കൂളുമൊക്കെ ഉള്ള സമയമാണ് അല്ലെ? ആളുകൾ ജോലിക്കുമൊക്കെ പോകേണ്ട സമയമാണ്. അപ്പോൾ എങ്ങനെയാണ് ആ മേഖലയിലാകെ ആളുകളുടെ ഒരു സാധാരണ ജീവിതത്തെ എങ്ങനെയാണ് ഇതുപോലെ ബാധിച്ചിരിക്കുന്നത്? അല്ലാത്തൊരു പേടിയൊക്കെ ആളുകൾക്ക് ഉണ്ടാവുമല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരം ആശങ്ക നിലനിൽക്കുന്നു. 2-3 ദിവസമായി ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഇന്ന് ഇപ്പോൾ പൂർണ്ണ സജ്ജമായി വനംവകുപ്പ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറേ ആശങ്ക ആളുകളുടേത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ കടുവ ഇവിടെ ഈ പ്രദേശം വിട്ടുപോയി എന്ന് ഉറപ്പിക്കാൻ കഴിയണം, അതല്ലെങ്കിൽ കടുവയെ പിടികൂടി ഇവിടെ നിന്ന് മാറ്റണം. ഉച്ച മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ആ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് ഉണ്ടാകണം. കടുവയുടെ സാന്നിധ്യം ഇവിടെ ഇല്ല എന്നുറപ്പായാൽ മാത്രമേ ആളുകളുടെ ആശങ്കയ്ക്ക് പൂർണ്ണ പരിഹാരമാവുകയുള്ളൂ. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ DFOയുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. സൗത്ത് വയനാട് DFO അജിത് കെ രാമനാണ് പ്രതികരണത്തിനായി എത്തിയിട്ടുള്ളത്. രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ നൽകിയതാണ് ദിവേഷ്. അല്പസമയത്തിനുള്ളിൽ ഈ നിമിഷത്തെ അപ്ഡേറ്റ് എന്താണ്, തിരച്ചിലുമായി ബന്ധപ്പെട്ടും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണെന്ന് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. രാവിലെ മുതൽ തന്നെ വനംവകുപ്പ് പൂർണ്ണ സജ്ജരായി ഇവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേക ദൗത്യ സംഘം ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള വെറ്റിനറി ടീമുണ്ട്. സ്ഥിരമായി ഇത്തരം ഓപ്പറേഷനിൽ പങ്കെടുക്കുന്ന സുൽത്താൻ ബത്തേരിയിൽ നിന്നുള്ള ഏറ്റവും വിദഗ്ധരായ ആളുകളാണ് ഇവിടെയും തെരച്ചിലിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ തന്നെ ഉറപ്പ് നൽകിയിരുന്നു ഇന്നത്തെ തെരച്ചിലിനെ കുറിച്ച്. കാരണം ആളുകൾ കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചൊക്കെ നടത്തിയപ്പോഴടക്കം ഇത് സംബന്ധിച്ച് ഉറപ്പുകൾ നൽകിയതാണ്. ഇത്രയും പൂർണ്ണ സജ്ജമായ ഒരു തെരച്ചിൽ നടത്തും. 2 കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുകളുടെ അടുത്തൊന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവ എത്തിയിട്ടില്ല. അതുകൂടാതെ 23 ക്യാമറ ട്രാപ്പുകളും AI ക്യാമറകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരു സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെയുള്ള ഒരു അപ്ഡേറ്റ്, ഈ കടുവയുടെ സാന്നിധ്യം എവിടെയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ എന്നുള്ള കാര്യം നമുക്ക് DFOയോട് തന്നെ ചോദിക്കാവുന്നതാണ്. അല്പസമയത്തിനകം നമുക്ക് അത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകും. എന്തായാലും ഈ കടുവയെ നേരിട്ട് കാണാൻ പറ്റാത്തതായിരുന്നു ഒരു വെല്ലുവിളിയുള്ളത്. എന്തായാലും DFOയുടെ പ്രതികരണത്തിലേക്ക് പോകും. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, നമ്മൾ ഇപ്പോൾ നിലവിൽ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ 3 കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ 3 കൂടുകളിൽ നമ്മൾ ലൈവ് ബെയ്റ്റായിട്ട് ആടിനെയാണ് വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കൂട് നമ്മൾ റോഡിനോട് സമീപത്തുള്ള ആ കാട് പിടിച്ച് കിടക്കുന്ന ഗ്രൗണ്ടിൻ്റെ, അതായത് അവിടെ ഈ പറയുന്ന നമ്മൾ ഇന്ന് ഈ പറയുന്ന ടൈഗറിൻ്റെ ഫ്രഷായിട്ടുള്ള ആ ഒരു പ്രസൻസ് നമുക്ക് കിട്ടിയില്ലെങ്കിലും സാധ്യതയുള്ളൊരു പ്രദേശമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കൂട് ഈ ഒരു പ്രദേശത്ത് അല്പം മാറി, ഒരു 100 മീറ്റർ മാറി ഒരു ആൾപ്പാർപ്പില്ലാത്ത ഒരു വീടിൻ്റെ പുറകുവശത്തായിട്ട് ഒരു കൊല്ലിച്ചാലുണ്ട്. അതിന് സമീപത്തായിട്ട് നമുക്കിന്ന് ഫ്രഷായിട്ടുള്ള ഫീക്കസ് കിട്ടിയിട്ടുണ്ട്. ആ ഭാഗത്തായിട്ട് നമ്മളൊരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയും ലൈവ് ബെയ്റ്റായിട്ട് ഗോട്ടിനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. മൂന്നാമത്തെ കേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബേസ് ക്യാമ്പിന് പുറകിലായിട്ട് തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അവിടെയും ഈ ലൈവ് ബെയ്റ്റായിട്ടാണ് ഗോട്ടിനെ തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കൂടാതെ ഈ പറയുന്ന കുങ്കി പാട്രോളിങ്ങിന് വേണ്ടിയിട്ട് 2 ആനകളെ, വിക്രം അതുപോലെ തന്നെ സുരേന്ദ്രൻ എന്നീ കുങ്കി ആനകളെ പുത്തങ്ങ ആന ക്യാമ്പിൽ നിന്നും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കുങ്കി പെട്രോളിംഗ് നാളെ ആരംഭിക്കുന്നതാണ്. അതുകൂടാതെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയും നമ്മൾ രാത്രികാലത്ത് നടത്തുന്നതാണ്. തെർമൽ ഡ്രോൺ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രികാലത്തും ഈ കടുവയുടെ സഞ്ചാരപഥം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആളുകളുടെ സുരക്ഷയ്ക്കുള്ള ഒരു സംവിധാനം, പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ രാത്രിയും ശക്തമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇവിടെ നിലവിൽ ഇൻസിഡൻറ്റ് കമാൻഡറായിട്ട് റേഞ്ച് ഓഫീസർ ചെതലത്തിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫ്, അതുപോലെ തന്നെ പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫ്, വണ്ടിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫ് അവരെല്ലാം തന്നെ രാത്രികാലത്തും അതുപോലെ തന്നെ പകൽ സമയത്തും പെട്രോളിംഗ് നടത്തുന്നതാണ്. കൂടാതെ RRTയുടെ സേവനവും ഇവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നാളെ മാനന്തവാടി RRT പ്രത്യേകമായിട്ട് ഈ വിദഗ്ധ സംഘത്തെ സഹായിക്കുന്നതിന് വേണ്ടി എത്തുന്നുമുണ്ട്. നിലവിലിപ്പോൾ ഇത് വിസിബിൾ അല്ലല്ലേ, കാരണം ട്രാപ്പുകളിലൊന്നും ഇത് വന്നിട്ടില്ല. ഇതിൻ്റെ സാന്നിധ്യം 2 ദിവസമായിട്ടില്ല അല്ലേ? ഇല്ല, കഴിഞ്ഞ 9-ാം തീയതിയാണ് ലാസ്റ്റ് ഇതിനെ ക്യാമറ ട്രാപ്പിൽ ലഭിച്ചത്. അതിനുശേഷം 10-ാം തീയതിയോ 11-ാം തീയതിയോ ഇന്ന് രാവിലെ പരിശോധിച്ച ക്യാമറ ട്രാപ്പുകളിലോ ലൈവ് ക്യാമറകളിലോ ഒന്നും തന്നെ ഇതിൻ്റെ ഇമേജസ് ലഭിച്ചിട്ടില്ല. സൗത്ത് വയനാട് DFO അജിത് കെ രാമനാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. അദ്ദേഹം പറയുന്നത് കടുവയുടെ പുതിയതെന്ന് കരുതുന്ന കാഷ്ടം ഒരു സ്ഥലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു സ്വകാര്യ സ്ഥലത്ത് കടുവയുടെ കാഷ്ടം കണ്ടെത്തി. അത് അധികം പഴക്കമില്ലാത്തതാണെന്ന് കരുതുന്നു. ആ ഭാഗത്ത് 3ാമതൊരു കൂടുകൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ജീവനുള്ള ആടിനെയാണ്, 3 കൂടുകളിലും ആടിനെയാണ് കെട്ടിയിരിക്കുന്നത്. 2 ആടുകളെയാണ് ഈ പ്രദേശത്ത് നിന്ന് കടുവ വേട്ടയാടിയത്. നേരത്തെയുള്ള 2 കൂടുകളിലടക്കം ജീവനുള്ള ആടിനെയാണ് ഇരയായി കെട്ടിയിട്ടുള്ളത്. ഈ 3ാമത്തെ കൂടുകൂടി വെച്ചപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സാന്നിധ്യത്തിന് ഒരു തെളിവും ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും നിലവിൽ ഇപ്പോൾ ഈ കടുവയുടെ കാഷ്ടം ഒരു സ്ഥലത്ത് കണ്ടിരിക്കുന്നു. അത് ഇന്നത്തേതാണ് എന്നുള്ള രീതിയിലാണ് പരിശോധനയിൽ മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലമൊക്കെ കൂടുതൽ ആളുകൾ വസിക്കുന്ന സ്ഥലത്തിനോടനുബന്ധിച്ചാണോ ഈ കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നത്?
നാളെ എന്തെങ്കിലും ആളുകൾക്ക് ഈ യാത്രാ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും നിയന്ത്രണം, ഇന്ന സ്ഥലത്തേക്ക് പോകരുത്, അങ്ങനെ എന്തെങ്കിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ? ജനവാസമുള്ള മേഖല തന്നെയാണ്. അതുകൊണ്ടാണ് ആളുകൾക്ക് സുരക്ഷ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വനംവകുപ്പ് പോകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരിക്കൽ കൂടി പ്രതികരണത്തിനായി എത്തിയിട്ടുണ്ട്. പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് കുമാറാണ് സംസാരിക്കുന്നത്. ജനം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. ഈ പ്രദേശത്തെ ആളുകൾ വലിയ ആശങ്കയിലാണ്. അപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലും അതുപോലെ 3 സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ടുള്ള തിരച്ചിലും നടക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്ത് മയക്കുവെടി വെച്ച് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ജനം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഈ പ്രദേശത്തെ ആളുകളുടെ ആശങ്ക മാറുള്ളൂ. ഇല്ലെങ്കിൽ അത് ഇല്ല എന്ന് സ്ഥിരീകരിക്കാൻ കഴിയണം. ആ ഒരു അവസ്ഥയിലേക്ക് വന്നെങ്കിൽ മാത്രമേ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സ്വൈര്യ ജീവിതം ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് വിളവെടുപ്പിൻ്റെ സമയമാണ്. വിളവെടുപ്പിൻ്റെ, കാപ്പി വിളവെടുപ്പിൻ്റെയും കുരുമുളക് വിളവെടുപ്പിൻ്റെ ഒക്കെ ഒരു സമയമാണ്. ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികൾ തോട്ടങ്ങളിലുള്ള സമയമാണ്. അപ്പോൾ ഈ സമയത്ത് വളരെ ഗൗരവമായി ഈ വിഷയത്തെ ഞങ്ങൾ കാണുന്നു. ഈ പ്രദേശവാസികളെല്ലാം തന്നെ എല്ലാവിധത്തിലുള്ള സഹകരണവുമായി വനംവകുപ്പിനൊപ്പമുണ്ട്. വനംവകുപ്പിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ആക്ഷേപവുമില്ല. എങ്കിലും അത് ട്രാപ്പിലാക്കി മയക്കുവെടി വെച്ച് പിടിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലേക്ക് പ്രവർത്തനം വരും എന്ന പ്രതീക്ഷയോടുകൂടിയാണ്. എത്രയും പെട്ടെന്ന് കൂട്ടിലകപ്പെടും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഇവിടെ നമ്മൾ രാവിലെ മുതൽ കാണുന്ന ഒരു കാര്യം തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. ജനങ്ങളുടെ പൂർണ്ണ സഹകരണം വനംവകുപ്പ് സംഘത്തിനൊപ്പമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും പിന്തുണയുമായി ആളുകളുണ്ട്. വലിയ ജനവാസ മേഖലയാണ്, കൃഷി മേഖലയാണ്. പുൽപ്പള്ളി പഞ്ചായത്തിലെ കാർഷിക മേഖലയാണ്. കാപ്പിയും കുരുമുളകും ഒക്കെയായി നല്ല കൃഷിയിടങ്ങളുള്ള സ്ഥലമാണ്. അതോടൊപ്പം നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ കാട് വെട്ടിത്തെളിക്കാത്ത ചില തോട്ടങ്ങളുണ്ട്. അത് വയനാട്ടിലെ എല്ലാ മേഖലകളിലും ഇപ്പോൾ വന്യമൃഗങ്ങൾ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ്. പുറം നാട്ടിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഭൂമി വാങ്ങിയ ശേഷം തോട്ടങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാതെ കാട് കയറി കിടക്കുന്ന അവസ്ഥ പല മേഖലകളിലുമുണ്ട്. അത്തരം സ്ഥലങ്ങളിലാണ് ഈ വന്യജീവികൾ പകലടക്കം ഒളിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. പലതവണ DDMA അടക്കം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നോട്ടീസ് കൊടുക്കുന്ന ഭൂമി ഏറ്റെടുക്കും, കാട് വെട്ടിത്തെളിച്ചില്ലെങ്കിൽ എന്ന് നോട്ടീസ് കൊടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. പക്ഷേ ഇപ്പോഴും അത് വലിയൊരു പ്രശ്നമാണ്. പഞ്ചായത്ത് നോട്ടീസ് നൽകിയതായൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അത്തരം തോട്ടങ്ങളിൽ കടുവ ഒളിച്ചിരിക്കാനുള്ളൊരു സാധ്യത നേരത്തെ തന്നെ വനംവകുപ്പ് പറയുന്നുണ്ട്. വനമേഖലയും ഒരുപാട് അകലെയല്ല. 1/2 കിലോമീറ്ററിനുള്ളിൽ വയനാട് വന്യജീവി സങ്കേതത്തിലെ പ്രദേശങ്ങളുണ്ട്. പുഴ കടന്നാൽ കന്നാരം പുഴയും മാവിലാം തോടൊക്കെ അടുത്താണ്. അത് കടന്നാൽ അപ്പുറത്ത് നാഗർഹോളയുടെയും ബന്ദിപ്പൂരിൻ്റെയും ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് വന്യമൃഗങ്ങൾ ഇറങ്ങാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. പക്ഷേ പൂർണ്ണമായും ജനവാസ മേഖലയാണ്. കടുവയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾക്ക് വലിയ ആശങ്കയുണ്ടാകുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് വനംവകുപ്പ് രാത്രിയിലടക്കം പട്രോളിങ്ങിന് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുള്ളത്. കാര്യങ്ങൾ വളരെ ദ്രുതഗതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് പ്രത്യേകിച്ച് രാവിലെ പൂർണ്ണ സജ്ജമായി ദൗത്യസംഘം ഈ കടുവയെ കണ്ടെത്താൻ ഇറങ്ങിയതോടുകൂടി തന്നെ കാര്യങ്ങൾ കൃത്യമായ ഒരു പ്ലാനിങ്ങോടെയാണ് മുന്നോട്ട് പോകുന്നത്. സൗത്ത് വയനാട് DFO മുഴുവൻ സമയവും മേൽനോട്ടത്തിലുണ്ട്. ഡോക്ടർ അരുൺ സംക്രയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘമുണ്ട്. ഇൻസിഡന്റ് കമാൻഡറായി ചെതലയം റേഞ്ച് ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു മിഷൻ ഓൺ ആണ് ഇവിടെ. ദിവിഷ്, ശരി, എന്തായാലും വളരെ കൃത്യമായി തന്നെ DFOയും കാര്യങ്ങൾ വ്യക്തമാക്കി. പഞ്ചായത്ത് പ്രസിഡന്റും കാര്യങ്ങൾ പറഞ്ഞു. എല്ലാ മുൻകരുതലുകൾ, സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ ജനങ്ങളും പൂർണ്ണമായിട്ടും ഇത് ഉൾക്കൊണ്ട് വനവകുപ്പിന്റെ എല്ലാ ശ്രമങ്ങൾക്കും നാട്ടുകാരുടെ ഒരു പൂർണ്ണ പിന്തുണ കൂടിയുണ്ട്. എന്തായാലും കടുവയെ പിടികൂടണം, അല്ലെങ്കിൽ ഈ കടുവ ഈ പ്രദേശം വിട്ടു പോയി എന്നൊരു ഉറപ്പ് ജനങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ വലിയൊരു ആശങ്ക പിടികൂടുന്നതാണ് ആളുകളെ സംബന്ധിച്ച് ആശ്വാസം. കാരണം പിന്നെ തിരിച്ചു വരില്ല എന്നുള്ളൊരു കർഷകരെ സംബന്ധിച്ചിടത്തോളം വിളവെടുപ്പ് നടക്കുന്ന ഒരു സമയമാണ്. അവർക്ക് തോട്ടത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ക്ഷീരകർഷകർ ഒരുപാടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അവരൊക്കെ അവരുടെ ജീവിതത്തെ ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അതിനെ പിടികൂടാൻ കടുവ കൂട്ടിലാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.